അജിത് കുമാറിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ. കാരണം ഇനിയിപ്പോൾ അത് ചെയ്യാതിരിക്കാൻ നിവർത്തില്ല. ഇന്നലെ എപ്പോഴാത് ഈ നടപടി എടുത്ത നടപടിയെക്കുറിച്ച് നമുക്ക് പറയാം. ഇന്നലെ ആ കാര്യം തീരുമാനമാക്കുന്നത് പാലക്കാട് CPM BJPക്ക് വോട്ട് ചെയ്യാനും ചേലക്കരയിൽ BJPയുടെ വോട്ട് CPMന് കൊടുക്കാനും കൃത്യമായ ധാരണയായിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം കൂടി ADGP അജിത് കുമാർ തന്നെയാണ് BJP നേതൃത്വവുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് ഇന്നലെ ചർച്ചയാവുകയാണ്. മഞ്ചേരി സമ്മേളനത്തിൽ ഈ കാര്യം ഞാൻ വിശദീകരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്നതിൻ്റെ വസ്തുതക്ക് അടിവരയിടുകയാണ്. അതാണ് ഇന്നലെ അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടായത്. ഇനിയിപ്പോൾ ആ തീരുമാനം എന്താ? ഞാൻ ആദ്യം പറയുന്നുണ്ട്, 2024 ഏറ്റവും വലിയ തമാശയായിരിക്കും അത് തന്നെ ഇന്നലെ സംഭവിച്ചത്. ഇതുപോലെയുള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ഈ പറയുന്ന DGP അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും കണ്ണുരുട്ടുകയും ചെയ്യുന്ന ഒരു ADGP അജിത് കുമാർ, അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള ADGPമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്? അപ്പോൾ അദ്ദേഹം ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നിടത്തോളം കാലം പോലീസിൻ്റെ എല്ലാ ഭാഗങ്ങളും, അത് SSP ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും ഇൻ്റലിജൻസ് ആയാലും, ഈ ADGPമാരെയൊക്കെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മന്ദപുത്രൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരാൾക്കെതിരെ എന്ത് നടപടിയെ സ്വീകരിക്കാൻ കഴിയുക? ഇപ്പം തന്നെ എന്താണ് DGP കൊടുത്ത റിപ്പോർട്ട്? മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ ഒരു റിപ്പോർട്ട് DGPയിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം ഈ ADGPയെ കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോഴൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ADGPയെ വെള്ളപൂശിയിട്ടുണ്ട്. അങ്ങനെ വെള്ളപൂശിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കിയതിന് ശേഷം ഒരു DGPയിൽ നിന്ന്, സ്റ്റേറ്റ് പോലീസ് ചീഫിൽ നിന്ന് അജിത് കുമാറിനെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന ഒരിക്കലും കരുതിയിട്ടില്ല. അതായിരുന്നു അവിടെ ആത്മവിശ്വാസം. പക്ഷേ DGP കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനം അടക്കം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണമെന്നാണ്. ആ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ അവിടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനത്തിനപ്പുറമൊന്നുമില്ല. എന്ത് CPI അതിനെക്കുറിച്ച് ഇപ്പോഴെന്താ പറയുന്നത്? ഭയങ്കര ആഹ്ലാദ ഭരിതരാണ് CPI. അപ്പോൾ CPI നേതൃത്വത്തിലെ സാധാരണക്കാരായ നേതാക്കളോട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കണം. എന്തുകൊണ്ട് അവരിതിൽ തൃപ്തരായി? ഉരം കലക്കിയത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായ പാർട്ടി ആരാ? CPM ആണ്. നിങ്ങൾ സുനിൽകുമാറിനോട്, അവിടെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനോട് നിങ്ങളൊന്ന് സ്വകാര്യമായി ചോദിച്ചു നോക്കൂ. അദ്ദേഹം പബ്ലിക്കായി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ പറഞ്ഞേക്കാം. അദ്ദേഹം ഇതിൽ തൃപ്തനാണെന്ന് ചോദിക്കൂ. CPIയുടെ നേതൃത്വം, പ്രവർത്തകരും തൃപ്തരല്ല. പലരും ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കുമ്പം എൻ്റെ അതേ മാനസികാവസ്ഥയാണുള്ളത്. അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് പുറത്തു പറയാൻ വയ്യല്ലോ. അപ്പോൾ ഒന്നും പുറത്തു പറയാൻ കഴിയാത്ത ഒരു കാര്യഇരുമ്പിൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളുള്ളത്. താങ്കളുടെ പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ്, താങ്കൾ ആദ്യം പറയുന്നത് കസേരകളെയാണെന്നൊക്കെ, പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വലിയൊരു ഊർജം അതിൽ കാണുന്നുണ്ടല്ലോ. തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞാൽ CMA പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അല്ല. തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞാൽ തൊപ്പി എടുത്തിട്ടേ ഉള്ളൂ. തൊപ്പി താഴെ വെക്കണം. പോലീസുകാരെ ഇങ്ങനെ തൊപ്പി ഊരി കൈ പിടിക്കുമല്ലോ തലയൊക്കെ ചൂടാകുമ്പോൾ. അത്രയും തന്നെ സംഭവിച്ചിട്ടുള്ളൂ. തൊപ്പി ഊരിയിട്ടേ ഉള്ളൂ. ആ തൊപ്പി അടക്കം എടുത്ത് അവനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പുറത്തേക്ക് കളയണം. ആ നിലപാടൊന്നും ഒരു മാറ്റമില്ല. ആ പോരാട്ടമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അതാണ് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹം കൊടുത്തിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുകളിൽ ഭയങ്കരമായ സമ്മർദ്ദമുണ്ടാകുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആ റെക്കമെൻഡേഷൻ ലെറ്റർ, ആ വരി മാറ്റി നിർത്തണമെന്നാക്കാൻ CMന്റെ ഓഫീസിൽ നിന്ന് ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി. ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം രണ്ടാമത് അത് കൊടുത്തോ എന്നെനിക്കറിയില്ല. ഭയങ്കരമായ, അതാണ് ഈ 2 ദിവസം നീണ്ടുപോയത്.
സത്യത്തിൽ 30 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് 30ാമത്തെ ദിവസം DGP റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ നടപ്പിലാക്കിയാൽ PHQയുടെ പുറത്താണ് ഈ DGP. പക്ഷെ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ CMO എടുത്ത തീരുമാനമാണോ അതല്ല ആ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചതാണോ എന്ന് അതെനിക്ക് പറയാൻ കഴിയില്ല. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമുക്കും കിട്ടുന്നുണ്ടല്ലോ. ഈ നെക്സസ്, ഈ ക്രിമിനൽ സംഘത്തെ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ഉന്നതരായ സത്യസന്ധരായ IPS ഓഫീസർമാർ കേരളത്തിൻ്റെ പോലീസിൽ നിരവധി ഉണ്ടല്ലോ. അവരിൽ നിന്നൊരു വിഭാഗത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം DGP സസ്പെൻഡ് ചെയ്യണമെന്ന് 30ാമത്തെ ദിവസം കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞതാണ് തിരുത്തിക്കൊണ്ട് ഈ വിഷയത്തിലെത്തിയിരിക്കുന്നത്. ഓർഡറിലെവിടെ ഇന്ന കുറ്റകൃത്യം ചെയ്തത് കൊണ്ടാണ് DGPക്കെതിരെയുള്ള സ്ഥലമാറ്റം എന്ന് പറയുന്നത്. സ്വാഭാവികമായി ഉണ്ടാവുന്ന സ്ഥലമാറ്റം മാത്രമായിട്ടാണ് ഇപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെങ്ങനെയാണ് ശിക്ഷാ നടപടിയായിട്ട് കാണാൻ കഴിയുക? അതിന് ഒരിക്കലും ശിക്ഷാ നടപടിയിട്ട് കാണാൻ കഴിയില്ല. ഇത് ശിക്ഷാ നടപടിയല്ല. സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുന്ന അതേ ഓർഡറാണത്. ഇന്ന കാരണം കൊണ്ട് സാധാരണ നമ്മൾ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ ആ പണിഷ്മെൻറ്റിനെ കുറിച്ച് അതിൽ പറയും. ഇന്ന കാര്യങ്ങൾ, കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന കാരണം കൊണ്ട് സ്ഥലം മാറ്റുന്നു അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നുണ്ടാവും. ഇതതില്ലല്ലോ. ഇതിപ്പോൾ എന്താ, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ ADGP അജിത് കുമാറിൻ്റെ കുപ്പായത്തിൽ ഒരു കറുത്ത പുള്ളി ഇപ്പോഴും ഇല്ല. ഒരു കറുത്ത പുള്ളിയില്ല അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ. ഒരു കറുത്ത പുള്ളി കാരണം CMO ഓഫീസിനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിൻ്റെ ഒന്നാമത്തെ നേതാവായി അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു പോയിന്റായി നിൽക്കുന്നത് അജിത് കുമാറാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. BJPയെ സംബന്ധിച്ച് വലിയൊരു നല്ല കച്ചവടമാണ്, ലാഭകരമായ കച്ചവടമാണ്. ഈ പറയുന്ന തൃശ്ശൂരിൽ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അജിത് കുമാറിനാണ് സാധിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിൻ്റെ നിയമസഭയിൽ വീണ്ടും ഒരു സീറ്റ് കൊടുക്കാൻ പോവാണ്, പാലക്കാട്. ഈ വിഷയം നിങ്ങളതിൽ പരിശോധിക്കേണ്ടത്, ഷാഫി പറമ്പിന് കിട്ടിയ വോട്ട് 554,079 വോട്ടാണ് എന്ന് പറഞ്ഞാൽ 38.6%. ഈ ശ്രീധരൻ BJPയുടെ സ്ഥാനാർത്ഥി 50,220 വോട്ട് എന്ന് പറഞ്ഞാൽ 35.34. അപ്പോൾ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3,000-ന് അടുത്ത് വോട്ടാണ്. 2.72% വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രമോദന് കിട്ടിയത് 36,430 ഏത് CPMൻ്റെ. BJPയെക്കാളും 14,787 വോട്ടിന് താഴെയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രമോദ്. അപ്പോൾ എന്താ ഇതിൽ മനസ്സിലാക്കേണ്ടത്, 2000 വോട്ട് ഈ പറയുന്ന BJPയിൽ നിന്ന് CPMൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, വരാൻ പോകുന്ന സ്ഥാനാർത്ഥി തോൽക്കും. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2000 വോട്ട് എന്താ, ഒന്നുമല്ല. ഏകദേശം 200 ബൂത്ത് ഉണ്ടാവും അവിടെ ആവറേജ്. 200 ബൂത്തിൽ 10 വോട്ട് മറിഞ്ഞാൽ മതി. 10 വോട്ട് മറിഞ്ഞാൽ BJPക്ക് സ്ഥാനാർത്ഥിയായി. ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ഒന്ന് പരിശോധിച്ച് നോക്കൂ. CPMൻ്റെ ലോക്കൽ ആരെങ്കിലും മത്സരിക്കണം, ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നല്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കൃത്യമായും BJPയുമായി ഉണ്ടാക്കിയ കരാറ്, ആ കരാറ് തന്നെ BJPയുടെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ഒരു 1-1.5-2 മാസങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ ഒരു ബോഗിയിൽ ഞങ്ങൾ യാത്ര ചെയ്ത്. അപ്പം കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ കൃത്യമായ ധാരണ ഉണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്, ഞങ്ങൾ 2036 ഭരണത്തിലേറാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ 2026 2026 തെരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യം വെക്കുന്നത് 25 സീറ്റ് ടു 35 സീറ്റാണ്. അത് ഞങ്ങൾ നേടുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞു വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു 7 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട 2031 തെരഞ്ഞെടുപ്പിൽ
അവരധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ സ്ട്രാറ്റജി. അപ്പം ഇപ്പം മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടും പാർട്ടി എടുക്കുന്ന നിലപാടും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം അത് കാണാൻ കഴിയും. ബി ജെ പിയെ അറ്റാക്ക് ചെയ്യാതെ ബി ജെ പിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധത നിൽക്കാതെ സൂചിപ്പിച്ചുകൊണ്ട് മലബാറിനെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിഭാഗത്തിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് നാളെ ബി ജെ പിയുമായി ഒരു രാഷ്ട്രീയ ബാന്ധവത്തിലേക്ക് ഈ സംവിധാനം പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് എന്ത് ഈ തൃശ്ശൂരും ഇപ്പോൾ വരാൻ പോകുന്ന പാലക്കാട്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. ഇത് പാലക്കാട് കാണാം. ഈ ധാരണ പോലെ തന്നെ 2026 നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10-30 സീറ്റ് ബി ജെ പിക്ക് നൽകിക്കൊണ്ട് പ്രത്യക്ഷമല്ല പരോക്ഷമായി ഇതേപോലെയുള്ള അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസിലൂടെ ബി ജെ പിയെ ഈ പറയുന്ന 10-25 സീറ്റിൽ ജയിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് പൊളിറ്റിക്സ്. അതുകൊണ്ടാണ് കേരളം മുഴുവൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഈ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാത്തത്, മുഖ്യമന്ത്രിക്ക് പറഞ്ഞിട്ടുണ്ടാവാത്തത്. ഗോവിന്ദ മാഷ് നിങ്ങൾ എന്ത് ചോദിച്ചാലും മുഴുവനെ പിടിച്ച പോലെ വഴുതി പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം കേരള ജനത തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് ഈ പൊളിറ്റിക്കൽ നെക്സസ്. ഇതൊരു വലിയ നെക്സസാണ്. ഈ നെക്സസിൻ്റെ ദുരന്തം കേരളം അനുഭവിക്കാൻ പോവുകയാണ്. അവിടെയാണ് DMK എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഞാനൊരു വ്യക്തി മാത്രമാണല്ലോ. ഇന്നലെ നടത്തിയ സമ്മേളനം, ഒരു പോസ്റ്റർ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല, ഒരു അനൗൺസ്മെന്റ് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ജനങ്ങൾ സ്വയം സന്നദ്ധരായി വന്നതാണ്. നിലമ്പൂരിലും മഞ്ചേരിയിലൊക്കെ. ഇനി കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളിൽ ഇത് കാണാൻ പോവുകയാണ്. അത് PV അൻവറിൻ്റെ വലിപ്പം കൊണ്ടല്ലല്ലോ. ഞാനും ഇതേപോലെയുള്ള ഒരു സാധാരണക്കാരനായ ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് കൊമ്പൊന്നുമില്ല, എന്നെ കാണാൻ വരുന്നവരുമല്ല. ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ നെക്സസ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തമ്മിലുള്ള നെക്സസ്, അതിൻ്റെ ദുരന്തം അനുഭവിച്ച എല്ലാ പാർട്ടി പ്രവർത്തകരും, ഒരു പാർട്ടിയെന്നില്ല, അവരാണ് ഈ വിഷയത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് കാലിക പ്രാധാന്യമുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട്. അതാണ് പൊളിറ്റിക്കൽ നെക്സസ്. അത് ആളുകൾ ഏറ്റെടുക്കുന്നു. അതിനെതിരെ കേരളത്തിലെ യുവാക്കൾ, ചിന്തിക്കുന്ന സകല മനുഷ്യരും, സമൂഹത്തിൻ്റെ ഈ വരാനിരിക്കുന്ന ദുരന്തം കണ്ടു മനസ്സിലാക്കുന്ന മുഴുവൻ ജനങ്ങളും DMK ഈ വിഷയത്തിൽ പിന്തുണയ്ക്കുകയാണ്. അത് തന്നെയാണ് ഈ മൂവ്മെന്റിന്റെ ബലവും. പാലക്കാട് നിയോജക മണ്ഡലം ഈ CPM-ന്റെ ഉറച്ച കോട്ടയായിരുന്നു. അവിടെ പിന്നീട് ഷാഫി പറമ്പിൽ ഒരു KSU നേതാവ് യുവജന നേതാവായി വരുന്നു, അവിടെ ജയിക്കുന്നു. പിന്നീട് CPM വളരെ താഴോട്ട് പോവുകയും BJP 2ാം സ്ഥാനത്തേക്ക് വരികയാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ CP പ്രമോദ് അത്ര കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവല്ല, അവിടുത്തെ പ്രാദേശിക നേതാവാണ്. അദ്ദേഹത്തെ മത്സരിച്ചു. അത് കുറച്ച് കാലമായിട്ട് ഈ BJP-യോട് CPM ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അത് കയ്യിൽ ഫോണിലെ കണക്ക് പരിശോധിച്ചാൽ അറിയും. 2021 തെരഞ്ഞെടുപ്പ്, 2016 തെരഞ്ഞെടുപ്പ്, 2011 തെരഞ്ഞെടുപ്പ്, അത് പരിശോധിക്കുമ്പോൾ UDF-ന് വോട്ട് കുറയുന്നില്ല. ആർക്കാ വോട്ട് കുറയുന്നത്? ഓരോ ഘട്ടങ്ങളിലും വോട്ടുകൾ കുറഞ്ഞു വന്നത് CPM-നാണ്. ഇപ്പൊ 16,000 വോട്ടിന്റെ ഡിഫറൻസാണ്. പണ്ട് ഇതേ ഡിഫറൻസ് ആയിരുന്നു UDF LDF തമ്മിൽ. ആ 15,000 10,000 വോട്ടിന്റെ ഡിഫറൻസിൽ UDF ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ എത്രയോ താഴെയായിരുന്നു ഈ പറയുന്ന BJP. ഇപ്പോൾ 36,000 വോട്ടിലേക്ക് ഏകദേശം 50, 54,000, 52,000 വോട്ടുണ്ടായിരുന്നു CPM-ന് പാലക്കാട് മണ്ഡലത്തിൽ. അതാണ് കുറഞ്ഞ് വന്നിട്ട് 36,000 വന്നിരിക്കുന്നത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടിക്ക് 20,000 വോട്ട് എങ്ങനെയാണ് കുറയുന്നത്? അവിടെ പാർട്ടിയിൽ വല്ല സ്പ്ലിറ്റ് ഉണ്ടായോ? അവിടെ വേറെ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോയോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കഴിഞ്ഞ 10, 15, 20 കൊല്ലത്തെ CPM-ന്റെ ചരിത്രം, പാലക്കാട് പാർലമെന്റ് നിയോജക മണ്ഡലം, അസംബ്ലി നിയോജക മണ്ഡലം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഒരാൾ പോലും അങ്ങനെ പാർട്ടി വിട്ടു പോയിട്ടില്ല. അങ്ങനെ ഒരു വിഭജനം CPM-ൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ക്രൊനോളജിക്കലി ഈ വോട്ട്
ഓട്ടോമാറ്റിക്കലി CPM-ൽ നിന്ന് BJP-ക്ക് പോവുകയാണ്. അതാ പറയുന്നത്. അതുകൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ച് കടന്നു കയറാവുന്ന ഏറ്റവും നല്ല സീറ്റായി പാലക്കാട് മാറുകയാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട ശ്രീധരനല്ല മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ BJP ജയിക്കുമായിരുന്നു. ശ്രീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൻ്റെ 1-ാം ഘട്ടത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ 1-ാം ഘട്ടം 2-ാം ഘട്ടം കഴിഞ്ഞ് 3-ാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴേക്കും നിരന്തരമായി അദ്ദേഹം വിഡിത്തങ്ങൾ പറയാൻ തുടങ്ങി. മുഖ്യമന്ത്രിൻ്റെ ആഫീസ് തുടങ്ങി ഇയാൾ പാലക്കാട്, അദ്ദേഹത്തിന് സ്റ്റാഫിനെ ഫിക്സ് ചെയ്തു. അപ്പോഴാണ് പാലക്കാട്ടുകാർ തിരിച്ചറിയുന്നത് ഇയാൾക്ക് ചെന്നി പറഞ്ഞൊരു അസുഖം ഉണ്ടാവും പ്രായം വരുമ്പോൾ. നമുക്ക് നമ്മളെ വാപ്പാർക്കും പ്രായം ചെന്നാൽ നമ്മളെ വീട്ടിലൊക്കെ ഉള്ളവർക്കൊരു 75 കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓർമ്മക്കുറവ്, എന്താ പറയുക, ചെറിയ ബുദ്ധിഭ്രമത്തിലാണ് ഈ വയസ്സുകൊണ്ടുണ്ടാക്കുന്ന ചെന്നി. അപ്പോൾ ഇയാൾക്ക് ചെന്നിയായി എന്നുള്ളത് പാലക്കാടിലെ ജനങ്ങൾ തിരിച്ചറിയാണ്. ആ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ചർച്ചയായിട്ടില്ലെങ്കിൽ അന്ന് BJP അവിടെ ജയിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് പാലക്കാട് പോയിട്ട് ഈ നാട് പോലെ ബന്ധമുള്ള സ്ഥലമാണ് പാലക്കാട്. എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആയിരക്കണക്കിന് സുഹൃത്തുക്കളും ബന്ധുക്കളും എന്താ പറയുക പലതരത്തിലുള്ള ആളുകളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ അന്ന് ചോദിക്കുമ്പം അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അൻവർക്ക ജയിക്കൂട്ടോ, അങ്ങോട്ടാണ് പോക്ക്, ഒരു രക്ഷയില്ല. പിന്നെ ഈ പറഞ്ഞ 3-ാം ഘട്ടമൊക്കെ ആയപ്പോൾ പറഞ്ഞു സംഗതി പോയി. അങ്ങേരുടെ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, അയാൾ പിടുത്തം വിട്ടു. അപ്പോൾ ഇങ്ങനെ ബുദ്ധി സ്ഥായിയായിട്ടില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ചർച്ചയിലേക്ക് പാലക്കാട് പോയതുകൊണ്ട് മാത്രമാണ് BJP പരാജയപ്പെട്ടത്. അല്ല, അത് പരിശോധിച്ചാൽ കാണാലോ. പിണറായിയുടെ നിയോജക മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിൽ എത്ര വോട്ടാ പോയത്? പോയത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെട്ട എവിടെയാ? ഇടതുപക്ഷം എന്ന് പറയുന്നത് CPM തന്നെയാണല്ലോ. മറ്റുള്ളവർക്ക് എന്താ ഉള്ളത്? ഓരോ ഘടകകക്ഷി എടുത്ത് വയ്ക്കുക. 1000 ആൾ തയ്ച്ചില്ലാത്തവർ എത്ര ആളുണ്ട്? NCP മൊത്തം കേരളത്തിലെ സ്റ്റേറ്റ് ഒക്കെ പാടെ എടുത്താൽ ഇപ്പോൾ DMK-യുടെ ഒരു മണ്ഡലത്തിലെ ഒരു നിയോജകമണ്ഡലത്തിൽ ആളുണ്ടാവില്ല. ഇല്ല, പോട്ടെ. അല്ല, നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തില്ലല്ലോ. സത്യത്തിൽ ആ കാര്യത്തിലൊക്കെ CPM-നെ സമ്മതിക്കണം. കാരണം ഈ പറയുന്ന ഘടകകക്ഷികൾ ഒരു മനുഷ്യനില്ലാത്ത, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാ? NCP കഴിഞ്ഞിട്ട് കോൺഗ്രസ് എസ്. എന്താ സ്ഥിതി? ആ സാധു അല്ലാതെ മൂപ്പരെ ഇങ്ങനെ നടക്കുന്നില്ലാതെ ഒരാളുണ്ടോ? ഒരാൾ. എൻ്റെ വാപ്പാനെ കൂടെ മൗണ്ടുണ്ടായിരുന്ന സാധുവാണ്. അയാൾ താത്വികര, അതിലൊന്നും യാതൊരു തർക്കമില്ല കേട്ടോ. അതിലൊക്കെ ഇവരെ സമ്മതിക്കണം. പണ്ട് മുതലേ പോകുന്ന ആളുകളെ അവർ നിർത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ NCP ആയാലും ഈ പറയുന്ന കോൺഗ്രസ് എസ് ആയാലും പിന്നെ ആരല്ലേ INL, അത് പോട്ടെ, ഏതായാലും പോയി സാധുക്കൾ, അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അല്ല, മാണിയൊക്കെ കുറച്ചൊരു പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്നുണ്ട്. ജനാധിപത്യ കേരള ഞാൻ പറയണോ? നൗഷാദ് ഇവിടെ എവിടെയുണ്ട്, അതിൻ്റെ ഒരു അനുയായി ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോ വേറെ ഏതോ പാർട്ടിക്ക് പോയിട്ടുണ്ട്, അത് പോട്ടെ. അപ്പോൾ ഇതാണ് ഘടകകക്ഷികൾ. ഇതിൽ നമ്മൾ ആദ്യം ഞാൻ നോക്കുമ്പോൾ പറഞ്ഞില്ലേ ഇവരെ സമ്മതിക്കണം, CPM-നെ സമ്മതിച്ചു കൊടുക്കണം. പിന്നെ നോക്കുമ്പോൾ ഇതിൽ വേറെ തമാശ ഉണ്ട് പ്രശാന്ത്. ഇതിൽ ഒരൊറ്റ ആൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾ മിനിസ്റ്റർ സ്റ്റാഫിലുണ്ടാവില്ല. PS എന്ന് പറയുന്ന പേരിന് ഒരാളുണ്ടാകും. ബാക്കി എല്ലാവരും CPM-ൻ്റെ പറയുന്ന പാർട്ടിയുടെ പല യൂണിയനുകളിൽ നിന്ന് പാർട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? ഘടകകക്ഷികൾക്ക് ഈ മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിലും ഭരിക്കുന്നവരാ? CPM-ആ. CPM-ന് അത് ലാഭമാണ്. ഇതുപയോഗിച്ചിട്ടാണ് ആരെ CPI-നെ അടിക്കുന്നത്. ഈ മന്ത്രിമാരൊക്കെ കൊടുക്കും. CPI-ക്ക് ഇപ്പോൾ 3-4 കൊടുക്കുന്നുണ്ട്. CPI-ൻ്റെ കാര്യം പറയല്ല, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അവരോടെന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഘടകകക്ഷികൾക്ക് മന്ത്രിമാരെ കൊടുക്കണ്ടേ? മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ മന്ത്രിമാരെവിടെ? ഒരു ഫയൽ ഈ പറയുന്ന ആളുകൾ ഒപ്പിടണമെങ്കിൽ CMO-ൽ കാണാതെ ഒരു ഫയലും ഒപ്പിടില്ല. അപ്പോൾ എന്താണ്? ഈ മന്ത്രിമാർക്കൊക്കെ ഒരു കാറ് വിട്ട് ഇങ്ങനെ നടക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ബംഗ്ലാവ് ഉണ്ടാവും. പോകുന്ന കാറിൻ്റെ മുമ്പിൽ ഒരു ജീപ്പ്, പോലീസ് ജീപ്പ് കീ 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 കീർ ഓണടിച്ച് ഇങ്ങനെ പോകും. നല്ല ആസ്വദിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക. അതിലപ്പുറം ഒരു ചുക്കില്ല. കേരളത്തിൻ്റെ ഭരണനിർവഹണത്തിൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എത്രയോ ആയിട്ട് ഇപ്പം നമ്മുടെ എന്താ പറയുക, വീട്ടിലൊക്കെ പഴയ കാലത്തൊക്കെ സ്ഥിരമായിട്ടുള്ള കാര്യസ്ഥന്മാരുണ്ടാവും. അവരങ്ങനെ പോവും.
അപ്പോൾ തറവാട് എന്താ പറയുക, ക്ഷയിച്ചാലും കാര്യസ്ഥന്മാരായിട്ട് നിൽക്കും. അവരെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. കാണുന്നവർക്ക് എന്താ, ഓ ഭയങ്കര സംഭവമാണ്, ഒരു ചുക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യസ്ഥന്മാരുടെ എന്താ പറയുക അവസ്ഥയിലാണ് ഈ ഇടതുപക്ഷത്തിലെ ഈ മന്ത്രിമാരൊക്കെ. ഇതൊരു വസ്തുതയാണ്. ജലീല് എനിക്ക് തോന്നുന്നു എന്തോ മധുരം കിട്ടിയെന്ന്. അതൊരു ഇരട്ടി മധുരാണോ സംശയമുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ സത്യത്തിൽ ഇന്നലെ രാവിലെ നിങ്ങളത് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ജലീൽ ഇങ്ങനെ പ്രസ്താവന നടത്തി. ഞാൻ പറഞ്ഞല്ലോ, ജലീൽ അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിലവാരം കുറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഞാനിത് കഴിഞ്ഞിട്ടാണ് വിളിച്ച് അന്വേഷിക്കുന്നത്. എന്തായാലും വെട്ടില് വീണിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം CPM മനസ്സിലാക്കിയതായിരുന്നു. ഏത് ഇവരെ കൂടെ നിൽക്കുന്നവരൊക്കെ മധുരം കൊടുത്തോ, എന്നെയും കുറച്ച് മധുരം തരാൻ ശ്രമിച്ചല്ലോ. ആ മധുരമായിരുന്നല്ലോ. സുജിത് ദാസ് സസ്പെൻഡ് ചെയ്യുന്നു, ശശിധരനെ മാറ്റുന്നു, അതുപോലെ തന്നെ മറ്റ് SP ആരെ വെക്കണമെന്ന് ചോദിക്കുന്നു, DYSPമാരെ മാറ്റിയിട്ട് അങ്ങനെ ഒരു മധുരം ഉണ്ടല്ലോ. അവിടെ ഞാൻ വീണില്ല. പക്ഷെ ജലീലിനൊക്കെ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു മധുരം കൊടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിനില്ല, രാജ്യസഭയ്ക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ രാജ്യസഭാ സീറ്റ് നേടിയെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ പറയും ഞാൻ മത്സരിച്ചിട്ടില്ലല്ലോ. അല്ല, അതിപ്പോൾ ഈ ജലീൽ പറഞ്ഞതിൻ്റെ ജലീൽ എത്ര പ്രാവശ്യം എന്തൊക്കെ മാറ്റി പറഞ്ഞ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതിൽ നിന്ന് രാജ്യസഭയിലേക്ക് ജലീൽ ഉണ്ടാവുമല്ലേ എന്നുള്ളത് അപ്പോൾ നമുക്ക് കാണാം. അധിക സമയമൊന്നുമില്ലല്ലോ. ബ്രിട്ടാസിന് ഇനി എത്രയുള്ളത്? ബ്രിട്ടാസ് ഒഴിയാൻ എത്രയുള്ളത്? 1.5 കൊല്ലം 2 കൊല്ലം അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ നിയമസഭ കഴിഞ്ഞോട് കൂടിയിട്ട് ആ കസാരയിൽ കയറിയിരിക്കുക. ജലീല് പറഞ്ഞത് ശരിക്കും പലപ്പോഴും BJPക്കാർ പോലും പറയാൻ മടിക്കുന്ന കാര്യമാണ്. 99% മുസ്ലിങ്ങളാണ് സ്വർണം കൊണ്ടുവരുന്നത്, അതിനൊരു ഫത്വ ഇറക്കണം, മതവിധി ഉണ്ടാക്കണം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. എന്തായിരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ജലീൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ആ പറച്ചിൽ ഇനി ഉദ്ദേശമില്ലല്ലോ. ഇറ്റ് ഈസ് വെരി ക്ലിയർ, ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറൻറ്റ്. അപ്പം അതിൽ ഇനി എന്താ അതിന് അർത്ഥം വെക്കേണ്ടത്? പറഞ്ഞല്ലോ, നേർക്ക് നേരെ പറഞ്ഞതിന് എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ അതന്നെ അതിൻ്റെ അർത്ഥം ആ പറഞ്ഞത് തന്നെ. പറഞ്ഞാ BJP ഒരു പാർലമെന്റ് ഒരു നിയമസഭ അത് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു പാർലമെന്റ് വരുന്നു, ഒരു രാജ്യം പല പഞ്ചായത്തുകളും അവർ ഭരിക്കുന്നു. എല്ലാ മേഖലയിലും അവരുടെ പ്രാതിനിധ്യമായി പിന്നീട് അത് വർദ്ധിപ്പിച്ചാൽ മതി. ആ അർത്ഥത്തിലാണ്. തീർച്ചയായിട്ടും അത് ഒരിക്കലും ഇന്ത്യയിൽ അംഗീകരിച്ച് കിട്ടുമെന്ന് ആരും കരുതണ്ട. ഒറ്റ തെരഞ്ഞെടുപ്പും ഒരു പ്രധാനമന്ത്രി എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്ന സാമൂഹിക, സാംസ്കാരിക, ഭൂമിശാസ്ത്രപരമായ ചുറ്റുപാടല്ല ഈ രാജ്യത്തുള്ളത്. ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങൾ ഒത്തുചേർന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ നാട്ടുരാജ്യങ്ങളിലൊക്കെ ആ നാട്ടുരാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ, ഇപ്പോൾ തമിഴ്നാട്ടിലെ സംസ്കാരമാണോ നമ്മുടെ സംസ്കാരം? ഇവിടുന്ന് 40 കിലോമീറ്റർ പോയാൽ എന്താണ് അവരുടെ വേഷവിധാനങ്ങളും കൂടി മാറ്റാണ്, അവരുടെ ഭക്ഷണത്തിൽ മാറ്റാണ്, അവരുടെ വിശ്വാസത്തിൽ മാറ്റാണ്, അവരുടെ സംസ്കാരത്തിൽ മാറ്റാണ്. ഇത് നിലമ്പൂരിന് 50 കിലോമീറ്റർ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ. അങ്ങനെ വ്യത്യസ്തമായ ഇന്ത്യയെ ഒരു പാത്രത്തിലേക്ക് ആക്കാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒരു കുടത്തിലേക്ക് കടുവയും പൂച്ചയും പുലിയെയും എലിയെയും എല്ലാം കൂടെ ഇട്ട് ആ കുടം അടച്ചു വെച്ചാൽ ആ കുടം എന്താവും? കുടം തന്നെ പൊളിക്കൂലേ? അങ്ങനെ ഒരു ഭൂതത്തിനെ കുടത്തിലടക്കാൻ പറ്റുന്ന ജനാധിപത്യ സംസ്കാരമല്ല ഇന്ത്യ രാജ്യത്തുള്ളത്. അതൊന്നും ഈ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നല്ല. അത് BJP എന്നല്ല, ലോകത്ത് ആരും വിചാരിച്ചിട്ട് നടക്കില്ല. ആരാ? ഏതാ മനോജ്? ആരാണ്? എനിക്കറിയില്ല. ആണോ? ഇല്ല. അതൊക്കെ ഇതുവരെയൊക്കെ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന ആളുകളെയൊക്കെ ഇപ്പൊ പുറത്തേക്ക് ആ പേരെന്നെ ഇതുവരെ കേട്ടിട്ടില്ല. PM മനോജോ? ഐ ഡോണ്ട് നോ. അല്ല, അതിപ്പോ ജലീല് പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും മലബാറിലെ ഏറ്റവും വലിയ മുസ്ലിം നേതാവാണ് എന്ന് പറയുന്നത് പോലെ ഞാൻ ഏറ്റവും വലിയ മുതിർന്ന നേതാവാണ് മനോജ് പറഞ്ഞെങ്കിൽ എനിക്ക് ആ ചങ്ങായെ കുറിച്ച് അറിയില്ല. എവിടെയുള്ള ആള്? ഐ ഡോണ്ട് നോ. നമുക്കറിയാത്ത ഒരാളെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുമോ? ആരൊക്കെയുള്ളത്? ജലീല്, തമിഴ്നാട്ടിലൊരു തമാശ നടനുണ്ടായിരുന്നു, തവക്കൾ, അറിയോ? ഭയങ്കര തമാശക്കാരനാണ്. മൂപ്പരും കൂടി കൂട്ടാൻ പറയണോ? ഭയങ്കര തമാശക്ക് പോവല്ലേ, അപ്പോൾ ആളുകൾക്കൊന്ന് ചിരിക്കാനെങ്കിലും. അപ്പം CPMന്റെ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത് എല്ലാ ബ്രാഞ്ചിക്കും കൃത്യമായ ഡയറക്ഷനാണ്. എത്ര 25 പേര് വെച്ച് വേണം.
അപ്പോൾ അത് വരും ഉറപ്പാണ്. പിന്നെ മഹത്തായ ജലീൽ സാഹിബിൻ്റെ മതപ്രഭാഷണം ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ ആ മതപ്രഭാഷണം കേൾക്കാൻ കുറച്ച് ആളുകൾ കൂടും. അതിലപ്പുറമൊന്നുമില്ല. നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയും. അവിടെ വന്നിട്ട് ഈ പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞ് നാട്ടി വിടുന്നുണ്ട് സ്ത്രീകൾ. ഹൗസ് ക്യാമ്പയിൻ നടത്തുകയാണ് CPM. ആ പോകുന്ന സഖാക്കൾക്ക് പറ്റി എനിക്ക് പറ്റില്ല. അവരെ നിർബന്ധിത സാഹചര്യത്തിൽ പോവുകയാണ്. ചില വീട്ടിൽ നിന്ന് ചൂലെടുത്തിട്ടുണ്ട് സ്ത്രീകൾ, ഇറങ്ങിപ്പോടുന്നു പറഞ്ഞിട്ട്. MLA നിങ്ങൾ പഠിപ്പിക്കേണ്ട ഞങ്ങൾ കണ്ടതാണല്ലോ. നവകേരള സദസ്സ് നിങ്ങൾ കണ്ടിരുന്നല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ ജനാവലി പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു നവകേരള സദസ്സ്. അന്ന് വ്യവസായ മന്ത്രി രാജീവ് ഇട്ട പോസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഇപ്പോഴും ഉണ്ടാവില്ല പോസ്റ്റ്, ഒന്നെടുത്ത് വായിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ജനാവലി അദ്ദേഹം എഴുതിയതാണ്. അത് നിലമ്പൂരിലെ ജനങ്ങളെ PV അൻവർ സംഘടിപ്പിച്ചതാണ്, മനസ്സിലായി? അതിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു MLA എന്ന നിലക്ക്. മറ്റതൊക്കെ പാർട്ടിയെ സംഘടിപ്പിച്ചിരുന്നു. അന്ന് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു. എനിക്ക് പരിമിതിയില്ലാതെ ഈ LDF ഏൽപ്പിച്ച് തന്ന ആദ്യത്തെ പരിപാടിയായി 8 കൊല്ലത്തിനിടക്ക് 10,000 25,000 കസാര ഇട്ടിരുന്നത്. ആ ജനം കഴിഞ്ഞ് പിന്നെയും ജനം തടിച്ചുകൂടി 50,000 ആൾ പങ്കെടുത്തു എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ആ നിലമ്പൂരിൽ പോയിട്ട് ജനങ്ങളോട് ഇവർ പറയാ കുണു 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 ആട്ടി വിടുന്ന ജനങ്ങൾ അടുക്കളയിൽ നിന്ന്. അങ്ങോട്ടേക്കല്ലേ പോണത്. നടക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഏത് അഡ്ജസ്റ്റ്മെന്റ്? പാലക്കാട് BJPക്ക് വേണ്ടി വോട്ട് മറിക്കും, CPM വോട്ട് മറിക്കുക എന്നുള്ളത്, അത് അങ്ങനെ നടക്കുമോ? സാധാരണ പ്രവർത്തകർക്ക് വലിയൊരു ചോദ്യമാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തൃശ്ശൂരിലെ തോൽവിയെക്കുറിച്ച് പറയുമ്പം മുഖ്യമന്ത്രി പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? തൃശ്ശൂരിൽ പ്രതിരോധിക്കുന്നത് ഞങ്ങളെ വോട്ട് കുറഞ്ഞിട്ടില്ല, കോൺഗ്രസിൻ്റെ വോട്ട് പരിശോധിക്കുക അല്ലേ? കോൺഗ്രസിൻ്റെ വോട്ട് എന്ന് പറയുന്നത് എക്കാലത്തും കോൺഗ്രസിൻ്റെ ഒരു 10-15% എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അനുഭാവമുള്ള മനുഷ്യരാണ്. ആ അനുഭാവികളെ സംബന്ധിച്ച് അവർ സ്ഥിരമായിട്ട് എന്താ പറയുക, അവരൊരു ഒരു ഒരു ആടി ഒലഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതേപോലെ ഒരു 5% CPM-നുള്ളത് അനുഭാവം. പക്ഷെ കോൺഗ്രസ് വരുമ്പോൾ അത് 15%. ലീഗ് വരുമ്പോഴും ഏകദേശം ഒരു 10-15% അതുണ്ട് അനുഭാവം. അവർ ചെറിയ പൊളിറ്റിക്കൽ ആംഗിൾ നോക്കിയിട്ട്, എന്നാൽ ഈ പറയുന്ന കോൺഗ്രസിനോടും ലീഗിനോടും ഒക്കെ താല്പര്യമുള്ളവർ. പക്ഷെ അതിൽ CPM-ൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. അപ്പോൾ പൂരം കലക്കിയപ്പോൾ ആരാ വോട്ട് ചെയ്ത്? CPM-ൻ്റെ അനുഭാവികൾ CPM-ന് വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പഴയ വോട്ട് ഉണ്ട് തന്നെ. എത്ര ലക്ഷം വോട്ടോടെ കൂടി? ആ കൂടിയ വോട്ടിന് വോട്ട് കിട്ടിയിട്ടില്ലല്ലോ. ആ വോട്ട് അങ്ങോട്ട് പോയി, BJPക്ക് പോയി. പിന്നെ കോൺഗ്രസിൻ്റെ അനുഭാവ വോട്ടും പോയി. അപ്പം കമ്മ്യൂണിസ്റ്റുകാരോട് വോട്ട് മാറ്റി ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. സാധാരണ പ്രവർത്തകരോട് പറയാൻ കഴിയില്ല. ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പറോട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പാർട്ടിക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ അവരാരുടെ പറയാം. ഇപ്പം ഇവിടെ എത്ര വോട്ടാണ് വേണ്ടത്? ഇവിടെ 20,000 വോട്ടാണ് വേണ്ടത്. 10 പാർട്ടി കേഡറിനോട് പറഞ്ഞാൽ മതി. 5 പാർട്ടി കേഡറും ഭാര്യയും വോട്ട് ചെയ്താൽ മതി, BJP ജയിക്കും ഒരു ബൂത്തിൽ. അത്ര നിസ്സാരമാണ്. ഇനി അവർക്ക് മക്കളുണ്ടെങ്കിൽ അതും ചെയ്യാം. 3 വോട്ടായാൽ എത്ര വോട്ട് ചെയ്യണം? ഒരു 3 സഖാക്കളിൽ ആ കുടുംബത്തിൽ നിന്ന് ഉണ്ടായാലും എന്തായി? BJP ജയിച്ചു. അതവർ ഓർഗനൈസ് ചെയ്യും. അതേ ഓർഗനൈസ് ചെയ്യാൻ കഴിയുള്ളൂ. പറഞ്ഞത് DMK-യുമായുള്ള താങ്കളുടെ ബന്ധം, തമിഴ്നാട് DMK-യുള്ള താങ്കളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഇല്ല എന്നാണ് എനിക്ക് ബന്ധം പറഞ്ഞത്. അയാൾ അതിൻ്റെ പ്രസിഡന്റും ആയോ? DMK-ൻ്റെ പ്രസിഡന്റ് മുമ്പിൽ ഏറ്റെടുത്തോ? അല്ല, കേരളത്തിലെ DMK സെക്രട്ടറി വേറെ വ്യക്തിയാണ്, മുരുകേശനാണ്. താൽക്കാലിക ചുമതല ഏറ്റോ? അത് ഏറ്റിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ കറക്റ്റാ. എനിക്കറിയില്ല. താങ്കളുടെ പരാതിയില് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതിൽ ഇന്ന് ഏത് പരാതിയാ? താങ്കൾ നൽകിയ ഓക്കെ മനസ്സിലായി. അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പൊ അതില് മൊഴിയെടുക്കാൻ വേണ്ടി ഇന്ന് തിരുവനന്തപുരത്ത് കാണാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്താ ഇപ്പൊ അല്ല, ഇനി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കത്ത് തന്നിട്ടുണ്ട് കേട്ടോ. സോറി, പാർട്ടിയിൽ നിന്നല്ല. അതായത് ഒരു മിനിറ്റ്. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ആദ്യം എനിക്ക് നമ്മുടെ സീറ്റ്, നിങ്ങളുടെ ഇരിപ്പിടം ഇന്ന സ്ഥലത്ത് നിന്ന് പ്രതിപക്ഷ ബ്ലോക്ക് നിൽക്കുന്ന അതിൻ്റെ നമ്പറാണ്, പ്രതിപക്ഷ ബ്ലോക്ക് എന്ന് പറയുന്നില്ല, അതിലേക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇൻറ്റിമേഷനായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ ബ്ലോക്കിലേക്ക് എന്നെ മാറ്റിയത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ സ്പീക്കർക്ക് കത്ത് കൊടുത്തിരുന്നു. അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇന്നലെ അതിൻ്റെ മറുപടി വന്നു. ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന് പറയുന്നത് TP രാമകൃഷ്ണൻ MLA ആണ്.
അദ്ദേഹം നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ മാറ്റിയെന്ന് പറഞ്ഞാൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി പുറത്താക്കിയിട്ടുണ്ട്. അല്ല, ഈ സ്പീക്കർ എൻ്റെ ഫോൺ എടുത്ത് ഇപ്പൊ വരുന്ന വാർത്ത താങ്കൾ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. ഇപ്പോ അതായി പറഞ്ഞത്. അങ്ങനെ താങ്കളുടെ ആവശ്യം പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്പീക്കറുടെ ഭാഗത്ത് അങ്ങനെ ഒരു സ്പീക്കറുടെ ഓഫീസിൽ അങ്ങനെ വാർത്ത. ഇല്ല, ഞാൻ കത്തിപ്പ് തരാം. അത് ആരാ പറഞ്ഞിരിക്കുന്നത്? ഇരിപ്പിടം മാറ്റി നൽകാൻ കഴിയില്ല എന്നുള്ളത്. അൻവർ ആവശ്യപ്പെടുന്ന ഇരിപ്പിടം നൽകാനാവില്ല. അല്ല, അത് വേറെ. ഞാൻ ചോദിച്ചത് എന്തിനാണ് എന്നെ മാറ്റിയത് എന്നാണ്. ഇത് വേറെ ആയിരിക്കും, അത് ശരിയായിരിക്കും. അല്ല, ഞാൻ പറയുന്ന ഇരിപ്പിടം തരണ്ട. ഏതെങ്കിലും ഒരു ഇരിപ്പിടം എനിക്കുണ്ടോ? ഞാൻ സത്യത്തിൽ നല്ലൊരു തോർത്തുമുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം ഇരിപ്പിടം അല്ലെങ്കിൽ എവിടെയൊന്നും ഇരിക്കണ്ടേ. അപ്പൊ തോർത്തുമുണ്ട് കൊണ്ടുപോണ്ട, ഇരിപ്പിടം ഉണ്ട്. ഓക്കെ, അതെ, അത് ചെയ്യാം. എന്നെ ഇവിടെ പ്രസംഗിക്കുക മാത്രമല്ല, എനിക്കൊരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടണമല്ലോ. മാത്രമല്ല, എനിക്കിനി സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. ഇനി ഈ പറയുന്ന മറ്റേ വിഷയത്തിൽ ഞാൻ വരില്ല. ഏതിൽ എന്താ പറയുക, അയോഗ്യത വരുന്ന കുന്തണ്ടല്ലോ, എന്താ പറയുക, കൂറുമാറ്റ നിരോധന നിയമത്തിലേ വരില്ല. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പോലെ ഒഴിവാക്കി. ബഹുമാനപ്പെട്ട സ്പീക്കർ സാഹിബിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കണല്ലോ. അവിടെ ഒഴിഞ്ഞ് കുറേ ബെഞ്ചുണ്ട്. കാരണം 140 സീറ്റാണ് MLA അപ്പോൾ ഉള്ളത്. വരാനിരിക്കുന്ന ഭാവിയും കൂടി കണ്ടിട്ട് ഒരു 10-60 സീറ്റും കൂടെ അവിടെ നിങ്ങൾ കാണുന്ന എക്സ്ട്രാ ഉണ്ടല്ലോ. അത് എവിടെയെങ്കിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ല, അതിപ്പോൾ കൂടി ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇനി ഒരു ലീഡർഷിപ്പ് ക്യാമ്പയിൻ ഇന്ന് മുതൽ ഈ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു കാര്യം കൂടി നിങ്ങളത് വിസ്തരിക്കാറുണ്ട്. ഇപ്പം ഇന്ന് നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും നമ്മളുമായി യോജിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ജില്ലക്കും 14 ജില്ലക്കും വ്യത്യസ്ത ഫോൺ നമ്പറുകൾ, വ്യത്യസ്ത വ്യക്തികൾ, 18 ആളുകളെ നമ്മളതിനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. അതാത് ജില്ലയിലെ ആ നമ്പറുകളിലേക്ക് മലപ്പുറത്തിന് 2, കോഴിക്കോടിന് 2 നമ്പർ, കണ്ണൂരിന് 2 നമ്പർ, മറ്റുള്ള ജില്ലകൾക്കൊക്കെ ഓരോ നമ്പർ വെച്ച് ഇന്ന് 18 ഫോൺ നമ്പറുകൾ നമ്മൾ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഫോൺ നമ്പറുകളിൽ അതാത് ജില്ലകളിലെ ആളുകൾ അതാത് നമ്പറുകളിൽ ജില്ലക്കാർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരും അഡ്രസ്സും നമ്മൾ രജിസ്റ്റർ ചെയ്ത് ജില്ലാ തലത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് ഈ പറയുന്ന ഐഡൻറ്റിഫൈ ചെയ്യുന്ന പൊതുപ്രവർത്തന പാരമ്പര്യവും അല്ലെങ്കിൽ നല്ല പ്രൊഫൈലൊക്കെ ഉള്ള ആളുകളെ പ്രത്യേകം മീറ്റിംഗ് നടത്തി ജില്ലയിൽ ഒരു താൽക്കാലിക കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. ആ കമ്മിറ്റിക്ക് ചുമതല കൊടുക്കുകയാണ് നിയോജക മണ്ഡല അടിസ്ഥാനത്തിലെ കമ്മിറ്റി ഉണ്ടാക്കുക. ആ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലെ കമ്മിറ്റിയെ പഞ്ചായത്ത് തല കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ചുമതല കൊടുക്കുകയാണ്. അതിനെ ഒരു സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ഒരു 3 മാസം കൊണ്ട് ഇത് താഴേക്കടയിലേക്ക് ബൂത്തിലേക്ക് എത്തി ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് ഈ വീഡിയോ പത്രസമ്മേളനം കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇന്നത്തെ ഈ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അതിൻ്റെ നമ്പേഴ്സ് തരുന്നുണ്ട്. ദയവായി ആ കാര്യങ്ങൾ കൂടി പൊതുസമൂഹത്തിന് അറിയിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ സാമൂഹിക സംഘടന എന്നുള്ള രൂപത്തിൽ നിന്ന് രാഷ്ട്രീയ സംഘടനയായി അപ്പോൾ മാറിക്കൂടെ? ഈ ഒരു സാങ്കേതികത്വം മാറിക്കിട്ടിയപ്പോൾ എങ്ങനെ? അല്ല, അതാലേക്കാം. ആ സുലൈമാന്റെ കയ്യിലുണ്ട് വയനാട്ടിലെ, അവന്റെ കയ്യിൽ ഫോണോ വാങ്ങ്. ഏതൊളങ്കോവൻ? ഓ, ആര് പറഞ്ഞു? അദ്ദേഹം ഔദ്യോഗിക വക്താവാണ് എന്ന് പറഞ്ഞതിന് എന്താ നിങ്ങളുടെ അടുത്ത് എന്തിന്റെ ബേസിലാണ്? ആയിക്കോട്ടെ എന്ന് ഈ വിഷയം പറയാൻ അദ്ദേഹത്തെ ഉത്തരവാദിത്തപ്പെടുത്തി എന്നുള്ളതിന് എന്താണ് പത്രക്കാരുടെ കയ്യിലെ തെളിവ്? ഞാൻ അങ്ങനെ നെഗറ്റീവായി ചോദിക്കില്ല, നെഗറ്റീവായിട്ടല്ല ചോദ്യം. എന്തുണ്ട്, എന്തടിസ്ഥാനത്തിൽ? അതായത് ഇളങ്കോവനേക്കാൾ വലിയ നേതാക്കളെയാണ് താങ്കൾ പോയി കണ്ടിരുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷം ഇളങ്കോവൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കോൺടാക്ട് പോയിന്റിൽ അവിടുന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഡിത്ത് അത് ചെയ്തിട്ടുണ്ട്. അത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല.
നമുക്ക് പല ഉറപ്പുകളുണ്ട്. DMK എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഒരു എന്താ പറയുക അന്തപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയല്ല. കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രക്ചറുള്ള, കൃത്യമായ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുള്ള, കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അതിശക്തമായ കാഴ്ചപ്പാടുകളുള്ള, ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിക്കുണ്ടാകേണ്ട എല്ലാ കേഡർ സംവിധാനവുമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് DMK. ഇത് ഇവിടുത്തെ കേരള കോൺഗ്രസിനെ പോലെ ഇപ്പം നിങ്ങൾ പറഞ്ഞ NCPനെ പോലെ നിങ്ങൾ കാണരുത്. ആ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറുണ്ട്. ഞാൻ പറഞ്ഞോ DMK പിന്തുണ തന്നു? ഇതുവരെ ഞാൻ പറഞ്ഞോ? നിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതാണ്. ഞാനത് നിഷേധിച്ചിട്ടില്ല എന്നുള്ളൂ. ഞാൻ ഇപ്പോഴും നിഷേധിക്കുന്നില്ല. DMK പിന്തുണ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും നിഷേധിക്കുന്നില്ല. DMK പിന്തുണ ഒന്നും എന്ന് എനിക്ക് പറയാനായിട്ടില്ല. അതാ പറയേണ്ടത് ആ പാർട്ടിയാണ്, ഞാനല്ല. ആ പാർട്ടി അതിൻ്റെ സമയം വരും അത് പറയും. അതാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു പ്രധാന വിഷയം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ അല്ലല്ലോ, ഒറ്റ മിനിറ്റ്, അത് പറയാതെ പോകാൻ നിവർത്തില്ല. നമ്മുടെ റിപ്പോർട്ടർ TV-യിലെ ഡോക്ടർ അരുണ് ഇന്നലെ ഡിബേറ്റിൽ ഇദ്ദേഹത്തെ പുറത്താക്കിയല്ലോ, എന്താ പറയുക, ADGP-യെ. അത് പുറത്താക്കിയ സമയത്ത് ആ വാർത്ത വന്നപ്പോൾ സ്മൃതി പറഞ്ഞു, ഇതാ അൻവറിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നു, ADGP അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അരുൺ ചാടി കയറിയിട്ട് പറഞ്ഞു, അത് അൻവറിൻ്റെ ക്രെഡിറ്റ് പോവില്ല, അത് അൻവറിൻ്റെ ക്രെഡിറ്റ് പോവില്ല. അത് പറഞ്ഞത് വേറെ ആളുകളാണ്, പ്രതിപക്ഷമാണ്. അൻവറിന് അങ്ങനെ ഒരു പരാതിയില്ല. അൻവർ സ്വർണ്ണക്കള്ളക്കടത്ത് റിദാൻ വധക്കേസിൽ ഇന്നലത്തെ ഡിബേറ്റുകൾ നോക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺകുമാറിനോട് തന്നെ പറയല്ലേ, അദ്ദേഹത്തിന് കുറച്ചൊരു തിരിച്ചിലുണ്ട്. ഈ പറഞ്ഞതുപോലെ എന്തോ ഒരു മധുരം ജലീലിന് കിട്ടിയതുപോലെ എന്തോ ഒരു ഇരട്ടി മധുരം അദ്ദേഹത്തിന് കിട്ടിയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നല്ല ബഹുമാനമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ വിഷയം തുടങ്ങിയ അന്ന് മുതൽ അജിത് കുമാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു തിരിച്ചിൽ, അത് അദ്ദേഹത്തിന് നല്ലൊരു കാര്യമില്ല. കേരളീയ സമൂഹത്തിൽ കാണുന്നുണ്ട്. കാരണം ഇത് പച്ചക്കള്ളാണെന്ന് അയാൾ പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിൽ 4ാമത്തെ കാര്യമായിട്ട് PV അൻവർ ഉന്നയിച്ച പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതിൽ 2 ഒന്ന് അരീക്കോട് നടന്ന നവകേരള സദസ്സിലെ CPM പ്രവർത്തകർക്കെതിരെ അവിടെ ഉണ്ടായപ്പോൾ കേസെടുത്ത് ജയിലിലടച്ചു മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ. അതിൻ്റെ പേരിൽ ശശിധരനെതിരെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് നിലപാടിനെതിരായി ഒരു നിലപാടെടുത്ത ശശിധരനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി നടപടി സ്വീകരിക്കണം ഒന്ന്. ഇത് 4ാമത്തേതാണ്. ഡോക്ടർ അരുൺ, പ്രിയപ്പെട്ട അരുൺ, താങ്കൾ ഇങ്ങനെ കളവ് പറയരുത്. ഇതിന് 4ാമത്തേതായി പറയുന്നത് നിങ്ങളെല്ലാവരുടെയും കയ്യിലുണ്ട്. തൃശ്ശൂരിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ആകെ സാംസ്കാരിക ആഘോഷമായ തൃശ്ശൂർ പൂരം ഇത്തവണ വാർത്തകളിൽ നിറഞ്ഞത് പോലീസ് നടപടികളുടെ പേരിലായിരുന്നു. ജനങ്ങൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന സാഹചര്യം പോലീസ് ഉണ്ടാക്കിയത് ബോധപൂർവമാണ്. ഇതിനെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമായി BJPക്ക് പാർലമെന്റ് അംഗം തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുകയുണ്ടായി. നഗരത്തിൽ ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മാത്രം തീരുമാനമല്ല ആ പോലീസ് നടപടി. പോലീസ് നടപടി ഉണ്ടായ സമയത്ത് ADGP അജിത് കുമാറിന്റെ സാന്നിധ്യം തൃശ്ശൂരിലുണ്ടായിരുന്നു. അതൊരു ഉണ്ടോ ഇല്ലെന്ന വിഷയം ഞാൻ അന്നേ പറഞ്ഞത്. തൃശ്ശൂരിലുണ്ടായിരുന്നു. തൃശ്ശൂരിൽ വിജയിച്ച BJP MP-യുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അജിത് കുമാർ. ഉന്നത BJP നേതൃത്വവുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ചാണ് തൃശ്ശൂരിൽ പോലീസ് നടപടികൾ ഉണ്ടായത്. അതിൽ DGP അജിത് കുമാറിന്റെ പങ്കും സാന്നിധ്യവും ഇതുമായി നടന്ന ഗൂഢാലോചനയും അന്വേഷണത്തിന് വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ എന്താണ് ഡോക്ടർ അരുൺകുമാർ കേരളത്തിലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹം തിരുത്തണം, മാപ്പ് പറയണം പൊതുസമൂഹത്തോട്. അപ്പം അദ്ദേഹം പിന്നെ ഇന്ന് രാവിലെ പറയുന്നത് കേട്ടു, മഞ്ചേരിയിലെ സമ്മേളനം ഒരു 5000 ആളുണ്ടായിരുന്നോ ചോദ്യമാണ്. അപ്പം അത് വേണ്ട ഡോക്ടർ അരുൺ, താങ്കളോടുള്ള ബഹുമാനം താങ്കൾ കളയരുത്. നമ്മളെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ രാജാവിനേക്കാളും രാജഭക്തിയും കേരളത്തിലെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാലോ. ഞാൻ ഉയർത്തിയത് എൻ്റെ വിഷയം, എൻ്റെ വീട്ടിലെ വിഷയമല്ല. ഈ പൊതുസമൂഹം നേരിടുന്ന പൊളിറ്റിക്കൽ നെക്സസിനെ കുറിച്ചാണ്. ഒരു ഡിബേറ്റിന് തയ്യാറുണ്ടോ ഈ പൊളിറ്റിക്കൽ നെക്സസിനെ കുറിച്ച് ഡോക്ടർ അരുൺ? ഞാൻ വെല്ലുവിളിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. അപ്പം ആ രീതി ശരിയല്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനത് മറന്നുപോയതായിരുന്നു. നാളെ സഭയിൽ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ചെറിയ വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ നിങ്ങൾക്ക്
മറ്റേ നമ്മുടെ എന്താ പറയുക റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ആ കേരളത്തിലെ സകല കോറിയും സർക്കാരിൻ്റെ പുറമ്പോക്ക് പാറകളും ഇവർക്ക് കൊടുത്തുകൊണ്ടുള്ളൊരു ഓർഡർ കോറി മാഫിയെ ഈ പറയുന്ന അന്യസംസ്ഥാന കോറി മാഫിയെ ഈ പറയുന്നവരെ സഹായിക്കാൻ എടുത്തുനിന്ന് ഓർഡർ അതും കൂടെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടുതരാം. ഈ ഓർഡർ പറയുന്നത് ഇതൊന്നും ആരും കാണാത്ത ഓർഡറാട്ടോ. നിങ്ങൾ കണ്ടത് കണ്ടിട്ടില്ല. സാധാരണ ഇത് കിട്ടുന്ന ഈ ഓർഡർ ഇറങ്ങുന്നത് ഗവൺമെന്റ് ഓഫ് കേരള അബ്സ്ട്രാക്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അലോട്ട്മെന്റ് ഓഫ് NOC ടു ദ അപ്ലിക്കേഷൻ ബി submitted on nomination basis of quarrying in the government പുറമ്പോക്ക് lands for a single project related to national highway development work. ഒരു കമ്പനിക്ക് കൊടുത്ത ഓർഡർ അതേപോലെ വേറെ പല കമ്പനിക്കും ഇനി കൊടുക്കും. സിംഗിൾ ഓർഡർ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് വർക്ക് ഇംപ്ലിമെന്റഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി വിതിൻ ദ സ്റ്റേറ്റ് കോസ്റ്റിംഗ് മോർ ദാൻ ₹500 crores. ഒരു കരാറുകാരന് കൊടുത്ത 500 കോടി റുപ്യ കരാറെടുത്ത ഒരു വ്യക്തിക്ക് ഒരു കമ്പനിക്ക് കൊടുത്ത ഓർഡറാണ്. ബൈ റിലാക്സിങ് ദ എക്സിസ്റ്റിംഗ് നോംസ് സാങ്ഷൻ അക്കോർഡ് ടു ദ ഓർഡേഴ്സ് ഇഷ്യൂഡ്. ഇതിലിങ്ങനെ പറഞ്ഞു വന്നിട്ട് നിങ്ങൾക്കത് വായിച്ചാൽ ഞാൻ അയച്ചുതരാം, സമയം കളയുന്നില്ല. സാങ്ഷൻ ഈസ് അക്കോർഡഡ് ടു ദ അലോട്ട്മെന്റ് NOC വിത്തൗട്ട് ഓപ്ഷൻ ടു ദ അപ്ലിക്കൻസ് ബീങ് സബ്മിറ്റഡ് ഓൺ ദ നോമിനേറ്റ് ചെയ്യാണ് basis for quarrying in the government പുറമ്പോക്ക് lands for a single project costing more than 500 crore related to the national highway development works implemented by the national authority NHAI by relaxing the condition stipulated in the government order read as first paper above subject to the following condition. പുറമ്പോക്ക് ₹50 എന്തെങ്കിലും ഉണ്ട്, അതിന് താഴെ പറയുന്നുണ്ട്. ഇവിടെ അതിന്റെ ആവശ്യമില്ലാന്ന്. ഇവിടെ സർക്കാരിനെതിരെ വേറെ ടാക്സ് ഇല്ല, GST ഇല്ല, ഒരു കുന്തം കുടച്ചക്രവും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്താ, എന്തിനാ എങ്ങനെ കൊടുക്കുന്നത്? ഇവിടെ അവൈലബിൾ ആയ കോറികൾ, ലൈസൻസ് ചെയ്ത കോറികൾ ഞാൻ ഇന്നലെ പറഞ്ഞ 200 ചില്ലാനം പൂട്ടിക്കിടക്കുകയാണ്. എന്തിനാ പൂട്ടിയത്? അവർക്ക് ലൈസൻസ് ഇല്ലായിട്ടോ ബ്ലാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടോ ഈ പറയുന്ന പൊല്യൂഷൻ പുതുക്കാത്തതുകൊണ്ടോ ഒന്നുമല്ല. അവർക്ക് അനുവദിച്ച ക്വാണ്ടിറ്റിയിൽ നിന്ന് കൂടുതൽ പൊട്ടിച്ചു, അതുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അപ്പം എന്താ ചെയ്യുക? അനുവദിച്ച കൂടുതൽ അത് അളവെടുത്ത് അതിൻ്റെ വിസ്തൃതി കണക്കാക്കി അതിൻ്റെ ടണ്ണേജ് കണക്കാക്കി അതിന് ഇത്ര രൂപ ഫൈന്. കാരണം നോർമൽ അവർക്കുണ്ടാകുന്ന ഫീസിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി ഫീസ് അടച്ചാൽ ഒരു ദിവസം കൂടെ കൊടുക്കാവുന്നുള്ളൂ. 3-3.5 കൊല്ലമായി, 4 കൊല്ലമായവരുണ്ട്. 200 ജില്ലാ കോറി. അതാ പറഞ്ഞ 2000 കോടി രൂപയോളം ആ എഴുതി കൊടുത്ത സർക്കാരിന് കിട്ടും. ഈ കോറികളെ കല്ല് മതി എന്തിന്? ഈ റോഡുണ്ടാക്കാൻ. ഇതൊക്കെ നിർത്തിവെച്ചിട്ട് സർക്കാരിന്റെ ഭൂമി പൊട്ടിക്കാൻ ഓർഡർ കൊടുക്കുക. അല്ല, അത് പാടില്ല എന്ന് പറഞ്ഞാൽ അതന്നെ ഇവിടെ കിടക്കുന്ന കച്ചവടം. നാഷണൽ ഹൈവേക്ക് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയിട്ട് ഒന്നും നിങ്ങൾ സ്വകാര്യത്തിലൊന്ന് അന്വേഷിക്കൂ. 1000കണക്കിന് ലോഡ് മണ്ണാണ് വേറെ സ്ഥലത്ത് കിടക്കുന്നത്. ആലപ്പുഴ ജില്ലയൊക്കെ എന്താ പറയുക, പരിപൂർണമായി തൂർത്തു കഴിഞ്ഞു. ഇന്ന് വരെ തൊടാൻ കഴിയില്ലായിരുന്നു. ജനങ്ങളെ ശ്രദ്ധിക്കുന്ന മേഖല ഇതുണ്ടായിരുന്നു. ഇത് മുഴുവൻ എന്താക്കി? ഈ പേരും പറഞ്ഞിട്ട് മണ്ണ് റോഡിലേക്ക് പോകുമ്പോൾ 10 ലോഡ് അങ്ങോട്ട് പോകുമ്പോൾ 5 ലോഡ് ഇങ്ങോട്ടും പോകും. അതേപോലെയാണ് ഇനിയിപ്പോൾ ഈ പാറ. എന്തിനാ ഈ പുറമ്പോക്ക് കയറി പൊട്ടിക്കുന്നത്? ആരെ ഭൂമി അത്? ഈ ജനങ്ങളുടെ ഭൂമിയാണ്. ഇവിടെ ലൈസൻസ്ഡ് കോറികളുണ്ട്. ആ ഫൈന് കണക്കാക്കി കൊടുത്താൽ പിറ്റേ ദിവസം ആ ക്രഷർ സ്റ്റാർട്ട് ചെയ്യാം. 1000കണക്കിന് തൊഴിലാളികൾക്ക് ജോലിയുണ്ട്, 1000കണക്കിന് ഡ്രൈവർമാർക്ക് ജോലിയുണ്ട്. ഇതൊക്കെ പട്ടിണിയില്ല, എല്ലാവരും പട്ടിണിയില്ല. അപ്പം ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന കമ്പനികളും അന്തർദേശീയ കമ്പനികളും അവർ വന്ന് ഈ കോറി പൊട്ടിച്ചു പോവുക. 1000 ട്രക്കുമായിട്ടാണ് വരുന്നത്, 10000 എക്സ്കവേറ്ററായിട്ടാണ് വരുന്നത്. ഈ ഒരു മിനിറ്റ്, ഈ നാട്ടിലുള്ള ഈ മണ്ണ് മാന്തി യന്ത്രം പ്രവർത്തിപ്പിക്കുന്നവർക്കും ടിപ്പർ ലോറിക്കാർക്കും ഒരാൾക്കും തൊഴിലില്ല. എല്ലാ വണ്ടികളും ഫൈനാൻസ് ഇട്ട് എടുത്ത സാധുക്കള്. ഇതൊക്കെ സാധാരണ 2-3 തൊഴിലാളികൾ കൂടി ഒരു 3-4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലോറിയൊക്കെ കിട്ടും. ഇപ്പം നാട്ടിൽ നിന്ന് വട്ടിപ്പിരിവിട്ടിട്ടും കുറി വെച്ചിട്ടും 4-5 ആളുകൾ കൂടിയിട്ടാണ് ഇതുപോലെയുള്ള ചെറിയ ടിപ്പറുകൾ വാങ്ങുന്നത്. അവരൊക്കെ വീട് പോലെ പോയി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു കേരളത്തിൻ്റെ ചിത്രമാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുതൽ എടുത്തോ, അങ്ങ് കയറി പൊട്ടിച്ചോ. ആരാ പറയുന്നത്? റവന്യൂ വകുപ്പ്. ഇത് ജിയോളജിക്ക് ഡയറക്ഷനാ. ഞാൻ ഈ പറഞ്ഞ NHAIൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ആ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അത്
NHI ഒരു ലെറ്റർ അങ്ങോട്ട് കൊടുത്താൽ ആ പാറ ഇപ്പോൾ ഇവിടെ നമ്മളെ വീടിൻ്റെ നേരെ വേക്കൽ പാറാലെന്ന് പറയും, പാറ റവന്യൂ പറയാം, ഒരു 100 ഏക്കർ ഉണ്ടാവും. നാളെ രാവിലെ ഒരു വന്ന് പൊട്ടിക്കുകയാണെങ്കിൽ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൊല്യൂഷൻ വേണ്ട, മൈനിങ് ലൈസൻസ് വേണ്ട, ജിയോളജി വേണ്ട, ഈ പറയുന്ന മെഡിക്കൽ വേണ്ട, ഫയർ വേണ്ട, ഒന്നുമില്ല. ഈ ഒരൊറ്റ കത്ത് മതി. സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും റിലാക്സ് ചെയ്തു എന്നാണ് ഈ പറയുന്നത്. വെള്ളരിക്ക പട്ടണം, ഇതിൽ എന്താണ് ഗോവിന്ദമാഷ അഭിപ്രായം നമുക്കൊന്ന് അറിയണം. ഈ കോറികൾ പൂട്ടിക്കിടക്കുന്ന പോറി ഈ ഫൈൻ അടച്ച് തീർത്ത് ഓപ്പൺ ചെയ്യാവുന്നേ. പൈസ ഇല്ല എന്ന് പറഞ്ഞ 2000 കോടി ഇവ കൺമുമ്പിലുണ്ട് ഫൈനാൻസ് മിനിസ്റ്ററെ. അദ്ദേഹത്തിന് പറയാലോ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്താ മുഖ്യമന്ത്രി ഇടപെടാത്തത്? എത്ര തവണ ഈ കോറിയൻ ക്രഷർ അസോസിയേഷൻ കയറി മറിഞ്ഞതെന്ന് അറിയാം. ഞാൻ പറയുന്ന പോലെ ആരും പറയില്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും, ഞാൻ പ്രകൃതി വിരുദ്ധനാണ്, മല മാന്തുന്നവനാണ്, MLA പിന്നിൽ ഈ ഗൂഢസംഘാണെന്ന് ഇപ്പോൾ വരട്ടെ, ഞാനത് നേരിടാൻ തന്നെയാണ്. ഇതിങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഒളിച്ച് പോയി ഈ നാട്ടിലുള്ള ഈ തരത്തിലുള്ള അനവധി അഴിമതികൾ നടത്താൻ സർക്കാരിന് സാധിക്കുന്നതിന് കാരണം എന്താ? ആരും പ്രതികരിക്കില്ല. പൊതുപ്രവർത്തകർ പ്രവർത്തിച്ചാൽ എന്താ? അവൻ കോറി മാഫിയയുടെ ആളാവും. ഇപ്പം ഇന്നലത്തെ നയരേഖയിൽ ഒരു പ്രധാന കാര്യം എന്താ പറഞ്ഞത്? നാഷണൽ ഹൈവേയുടെയും സ്റ്റേറ്റ് ഹൈവേയുടെയും 2 ഭാഗത്തുള്ള പാടശേഖരങ്ങൾ 1/2 കിലോമീറ്റർ മണ്ണിട്ട് നികത്തി ബിൽഡിംഗ് കെട്ടാനുള്ള പെർമിഷൻ കൊടുക്കാനുള്ള നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ വരുമല്ലോ ചർച്ച. ഇതിങ്ങനെ ഇട്ട് മതിയോ? 1 ഇഞ്ച് ഭൂമി ഇവിടെ ഇല്ല. നിയമമില്ലാതെ തന്നെ ഇതൊക്കെ തൂർത്ത് ബിൽഡിംഗ് കെട്ടുന്നു, കൈക്കൂലി കൊടുത്തുകൊണ്ട്. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അത് നിയമവിധേയമാക്കിയാൽ സർക്കാരിന് എന്തെങ്കിലും പൈസ കിട്ടുമോ? അതിൽ മറ്റാർക്കാ കിട്ടുന്നത്? ഉദ്യോഗസ്ഥർക്ക്, ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിന്. ഇപ്പോൾ നമ്മുടെ മലബാരങ്ങൾ മുഴുവൻ, കേരളത്തിലെ മലബാരത്തിൽ 70% ഫോറസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നുള്ള ഭൂമിയിൽ ഒരു 10-15% എന്താ? തോട്ടഭൂമികളാണ്. ഈ റബ്ബറും ഈ കാപ്പിയും ഈ പറയുന്ന തേയിലയൊക്കെ ഒരു റുപ്പിക വരുമാനമല്ലാതെ കരിഞ്ഞു പോവുകയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അതിൽ 5% ഭൂമി ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ നയരേഖയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് 50% ഭൂമി ഈ പറയുന്ന ടൂറിസം, IT, സ്റ്റാർട്ടപ്പുകൾ, ഹെൽത്ത് ടൂറിസം. അല്ലാതെ നമുക്ക് എവിടെ ഭൂമി? എങ്ങനെ കേരളം വളരും? ഈ കടക്കണിയിൽ നിന്ന് എങ്ങനെ കേരളം കരകയറും? ആ ഓപ്ഷൻ ആലോചിക്കണ്ടേ? അത് പറഞ്ഞാൽ എന്തായി? അൻവർ ഈ ഭൂമി മാഫിയയുടെയും ഈ പറയുന്ന ആളുകളുടെ ആളായി ആയിക്കോട്ടെ, ഞാൻ അവരെയും കൂടി ആളാണ്. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു മിനിറ്റ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഈ കോറിയുടെ വിഷയം ഇതുപോലെ തന്നെയാണ് പുഴയിലെ മണൽ വാരാത്തത്. അതിനടുത്ത അഴിമതി വരുന്നുണ്ട്, അതിൽ നടന്ന കള്ളക്കളി. അപ്പോൾ നിങ്ങളിത് പുറത്തു കൊണ്ടുവരണം. നിങ്ങൾ പാർട്ടിയുടെ സെക്രട്ടറിയോട് ചോദിക്കണം, ഇത്രയും ക്രഷറുകൾ ഉണ്ടായിട്ട് എന്ത് മറുപടി CPM-ന് പറയാണ്ട്? ഈ തൊഴിലാളികളെ കുറിച്ച്, ഈ വണ്ടി ഓടിച്ചവരൊന്നും മലയാളിമാരല്ല. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് ഇല്ലാതാക്കി അവസാനിപ്പിച്ചിട്ട് വേറൊരു സംസ്കാരം, ഒരു കോർപ്പറേറ്റ് സംസ്കാരത്തിൻ്റെ അഴിമതിയുടെ മൂടുപടം ഇങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഈ മാന്തി എടുക്കലാണ്. പ്രശാന്ത് ചോദിക്കും, എന്താ പറഞ്ഞു? അപ്പോൾ സ്വാഭാവികമായി മെറ്റീരിയൽസ് ബോഡിയിലൊക്കെ ഏതാണ്ട് അല്ലെങ്കിൽ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ മണ്ണതിലൊക്കെ ഏതാണ്ട് വിലക്കെടുത്തായിരിക്കും ഈ എമൗണ്ട് കരാർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ വന്ന് തുച്ഛമായ വിലയ്ക്ക് സർക്കാർ പോലും തോന്നുന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കരാർ എമൗണ്ട് കുറയ്ക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ വലിയ അഴിമതിയല്ലേ? അല്ല, കരാർ എമൗണ്ട് കുറക്കുമെന്നൊന്നും നമുക്കറിയില്ല. അഴിമതി ഇതന്നെ അഴിമതിയാണല്ലോ. അപ്പം ഇനി ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടെൻഡർ നടപടികൾ ആലപ്പുഴ ജില്ലയിൽ കോറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എവിടെയുള്ളത്? കൊല്ലത്ത്, തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ എറണാകുളമൊക്കെ ആയിരിക്കും ആ ടെൻഡറിൽ അവർ ലീഡ് ഏരിയ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവുക. ആ ലീഡ് ഏരിയയുടെ കിലോമീറ്റർ കണക്കൂട്ടിയിട്ടാണ് ഇത് റേറ്റ് ഫിക്സ് ചെയ്യുക, ഒരു ഏകദേശ റേറ്റ്. അതൊക്കെ അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നതിൽ ഇതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ക്രഷറുകൾ പ്രവർത്തിക്കരുത് എന്നത് എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ വാശി? അതിലാണ് കോടികളുടെ അഴിമതി. പുതിയ അപ്ലിക്കേഷൻസ് 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലമായിട്ട് നടക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ പോകും. തിരുവനന്തപുരത്ത് എത്തിയാൽ അവിടെ നിന്നു. പക്ഷേ ചില ആളുകൾക്ക് മാത്രം പാസ്സാവുന്നുണ്ട്. ആ ലോബി വിചാരിക്കുന്നവരെ പാസ്സാവൂ. അപ്പം അത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഞാൻ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വളരെ ഗൗരവപൂർവ്വം കൊണ്ടുവരേണ്ട ഒരു വിഷയമാണിത്. അതിപ്പോൾ ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന ഇതിലെ തൊഴിലാളികൾ, വണ്ടി ഓടിക്കുന്നവർ, ഈ ഓപ്പറേറ്റർ, അവരുടെ അസോസിയേഷനുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സംയുക്തമായ ഹൈക്കോടതിയിൽ പോട്ടെ. വലിയ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾക്കൊന്നും കണക്കൂട്ടാൻ പറ്റില്ല.
അതിൽ PWD അല്ലാതെ റവന്യൂ വകുപ്പ് അല്ലാതെ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇത് പറയുന്നില്ല, ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് പറയാം. PV അൻവറിൻ്റെ പേരിൽ കേസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, വരട്ടെ. അല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്ര എന്താ പറയുക, നമ്മളെ കണ്ണുനീര് പോലത്തെ പരിശുദ്ധമായ മണലാണ് ഈ പുഴകളിൽ കിടക്കുന്നത്. ഇത് ചളിയിൽ മിക്സായി കഴിഞ്ഞ 3-4 വർഷത്തെ, കഴിഞ്ഞ 2018, 2019 അത് കഴിഞ്ഞിട്ടുണ്ടായ ചെറിയ മണ്ണിടിച്ചിലുകൾ, നീലഗിരിയിലുണ്ടായ മണ്ണിടിച്ചിൽ, ഇതൊക്കെ അങ്ങോട്ടാണല്ലോ വരുന്നത്. ഈ മണ്ണ് മുഴുവൻ ഈ മലയിൽ കിടക്കുകയാണ്. പുഴവക്കത്ത് താമസിക്കുന്നവരുണ്ടല്ലോ, എന്താ സ്ഥിതി? പുഴ 3 മീറ്ററോളം ഉയരം കൂടി. പുഴയുടെ നിലവിലുണ്ടായിരുന്ന നിലധാരത്തിൽ നിന്ന് 3 മീറ്ററോളം 9-10 അടി ഉയരം കൂടിയിരിക്കുക ഈ മണലും മണ്ണും ചളിയും എന്ന് അറിഞ്ഞിട്ട്. അപ്പം എന്താ, 4 മഴ പെയ്താൽ പുഴയുടെ 2 കരയിലും വെള്ളപ്പൊക്കമാണ്. ഇത് മാന്തി കൊണ്ടുപോയി വിറ്റ് ഖജനാവിലേക്കാക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞ 2019-2020 തീരുമാനമെടുത്ത ഒരിക്കലും ഇംപ്ലിമെൻ്റ് ചെയ്യില്ല. കാരണം എന്താ, ആ മണൽ പോയാൽ എന്തായി? ഈ ക്രഷർ പ്രോഡക്റ്റിലെ എംസാൻഡിന് വില കുറയും. മണലില്ലാത്തതുകൊണ്ടാണ് എംസാൻഡിന് ഇത്രയും വലിയ, ഏറ്റവും വലിയ എന്താ പറയുക വില. ഒരു കാലഘട്ടത്തിൽ ഈ കോറി പൗഡർ എന്ന് പറയുന്നത് വേസ്റ്റായി പോകുന്നതായിരുന്നു. ഞാനൊക്കെ ക്രഷർ നടത്തിയിരുന്നു. ഞാൻ 2008 വരെ എനിക്ക് ക്രഷർ ഉണ്ടായിരുന്നു. കേരളത്തിൽ 3-4 ക്രഷർ നടത്തിയ വ്യക്തിയാണ് ഞാൻ. ഈ വിഷയം അവസാനിപ്പിക്കുന്നത് 2008. കാരണം എന്താ വെച്ചാൽ ഇത് നടത്താൻ കഴിയില്ല. കാരണം റോട്ടിലൂടെ പോകുന്നവന് മുഴുവൻ സെലൂട്ട് അടിക്കണം. ആ ഒറ്റ കാര്യം കൊണ്ട് നിർത്തിയതാണ്. പോകുന്നവന് മുഴുവൻ ആക്കണം. ആര് വന്നാലും മുണ്ട് മടക്കുത്തി ഇങ്ങനെ നിൽക്കണം. ആ പൈസ കൊണ്ട് എന്താ കാര്യം? കിട്ടുന്ന പൈസ കൊടുത്ത് ഞാൻ ഒഴിവാക്കി പോന്ന 2-3 ഇഷ്യൂസ് ഉണ്ടായപ്പോൾ. അന്ന് പാലക്കാട് ഞാൻ നടത്തുന്ന ക്രഷറിലെ ഈ പറയുന്ന കോറി ടെസ്റ്റ് അങ്ങോട്ടാ പോകുന്ന നിങ്ങൾ, ഇതിങ്ങനെ മല പോലെ കൂടും. ഇപ്പോൾ ലോറി ട്രാൻസ്പോർട്ട് ഓഫീസിൽ പാലക്കാട് നമ്മൾ ഏർപ്പാട് ചെയ്യും. ഈ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്ന റിട്ടേൺ ലോറികൾ, ആ ലോറി അവിടെ വന്ന് അവർക്ക് ഈ സാധനം നമ്മൾ ഫ്രീ ആയി കയറ്റി കൊടുത്ത് ഡ്രൈവർക്ക് 500 രൂപ ചായ പൈസയും കൊടുക്കും. എന്താ ഈ സാധനം കൊണ്ടുപോകാൻ? അന്ന് ഈ സാധനമായിരുന്നു ആലപ്പുഴയൊക്കെ. എന്താ പറയുക, ആലപ്പുഴ മണ്ണ് കിട്ടൂല, വയൽ കൂടുതലായതുകൊണ്ട്. ഇപ്പോൾ ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് ഇത് കൊണ്ടുപോകുമായിരുന്നു. അന്ന് അങ്ങോട്ട് പൈസ കൊടുക്കുമായിരുന്നു. ആ സാധനത്തിൽ നിന്ന് ഒരടിക്ക് 60 റുപ്യ 70 റുപ്യാണ്. എന്താ കാരണം? മണലില്ല. ഈ മണൽ ഇങ്ങോട്ട് വന്നാൽ ആ സാധനം 25 രൂപയിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പം ഈ തരത്തിലുള്ള മാഫിയ സംഘങ്ങളെ വളർത്തുകയാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിലെ ചില ആളുകൾ. അത് തന്നെ അതിലെ വിഷയം. മറ്റൊരു കാര്യം, ഈ നിലമ്പൂരിൽ ഒരു സ്വകാര്യ സ്ഥലം ഫോറസ്റ്റിന് ഒരു കനേഡിയൻ പൗരത്വമുള്ള ഒരു പാലക്കാട് സ്വദേശിനി നൽകി കേരളയിൽ നിയമസഭയിൽ അത് ചോദ്യമൊക്കെ ഉന്നയിച്ചിരുന്നു. അതിലെന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ടോ? അല്ല, അതിലെ ദുരൂഹത എന്ന് പറയുന്നത് അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഞാൻ ഈ പറയുന്ന എന്താ പറയുക പ്രകൃതി സ്നേഹികളുണ്ടല്ലോ, വ്യാജ പ്രകൃതി സ്നേഹികൾ, വിദേശ രാജ്യങ്ങളിലെ ഈ കാർബൺ ഫണ്ട് അതൊരു വലിയ വിഷയമാണ്. ആ കാർബൺ ഫണ്ട് തട്ടിയെടുക്കാൻ ആ അവരുടെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ ചില NGOs പേരിന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ രജിസ്റ്റേർഡ് NGO ആണ്. ഇവർ ഇത്തരം കാര്യങ്ങൾക്ക് ഈ ഫണ്ട് ഉണ്ട് NGOസിൻ്റെ. അമേരിക്കയിലെ ഏറ്റവും വലിയ ഫിഷ് ആൻഡ് അനിമൽ എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ട്. ഫിഷ് ആൻഡ് അനിമൽ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ കാര്യത്തിന് പൈസ കൊടുക്കുന്ന ഇത്തരം സംഘടനകളുമായി ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അവർ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കൽ ഒരു പ്രധാന വിഷയമാണ്. ഈ സാധനമൊക്കെ വാങ്ങിയിട്ടുള്ള വെസ്റ്റേൺ ഗട്ട്സിലാണ്. അപ്പം അവർ ഈ വാങ്ങുന്ന ആളുകളുമായി ഇപ്പോൾ ഈ 4 ഏക്കറാണ് വില നിശ്ചയിക്കുകയാണ്. അവർ നിശ്ചയിക്കുന്ന വില എത്രയാണ്? സെൻറ്റിന് 1 ലക്ഷമാണ്. യഥാർത്ഥത്തിൽ ഉടമക്ക് കിട്ടുന്ന 1 ലക്ഷമാണ്. യഥാർത്ഥത്തിൽ അവിടെ 50,000 കിട്ടുള്ളൂ. അപ്പം ഉടമക്ക് ഇരട്ടി വില കിട്ടുകയാണ്. ഉടമ എത്രയാണ് പുറത്ത് പറയുന്നത്? ഞാൻ ഈ ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നത് ഉദാഹരണമായിട്ടാണ്. ഉടമ എത്രയാണ് പുറത്ത് പറയുന്നത്? 2 ലക്ഷം. അപ്പോൾ 2 ലക്ഷത്തിന് വിൽക്കുന്നു. 50,000 രൂപയാണ് റിയലിസ്റ്റിക് പ്രൈസ്. ഓണർക്ക് എത്ര കിട്ടി? 50,000-ന് മുകളിൽ 50,000 കൂടി കിട്ടി. നിങ്ങൾ 2 ലക്ഷത്തിനാണ് എനിക്ക് തന്നതെന്ന് പറയണം. ഈ 2 ലക്ഷം വെച്ചിട്ടുള്ള ഒഫീഷ്യൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരും. എൻ്റെ 1 ലക്ഷം നിങ്ങൾ സെൻറ്റിന് ബാക്കിലൂടെ തരണം. ഇതാണ് ഈ ഓപ്പറേഷൻ. മനസ്സിലായില്ലേ? അത് ക്ലിയർ ആണല്ലോ. അതാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുപോലെ ഈ പറഞ്ഞതുപോലെ 4 ഏക്കർ ഭൂമി അവർ വാങ്ങി ഈ പറയുന്ന ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് വാങ്ങിയിട്ട് എന്താ ഇത് ഫോറസ്റ്റിന് അങ്ങോട്ട് കൊടുത്തു. ഫോറസ്റ്റിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വാങ്ങലിലാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്. പേരോ ആ സംഘടന 4 ഏക്കർ ഭൂമി വാങ്ങിയിട്ട് ഫോറസ്റ്റൈസേഷന് വേണ്ടി കൊടുത്തു പറയുമ്പോൾ
പിന്നെ ആ വരുന്ന ആളുകളെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ പത്രക്കാരൊക്കെ ബഹുമാനിച്ചു. കാര്യം എന്തായാലും ഭയങ്കര പ്രകൃതി സ്നേഹമാണ്. ഈ തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നമ്മുടെ നാട്ടിൽ നടന്നു, അത്ര കൂട്ടിയാൽ മതി. CCF അവരുടെ പ്രസ് മീറ്റിൽ അവര് ഭൂമി കൈമാറുന്നതിന് മുമ്പ് CCF പ്രസ് മീറ്റിൽ പങ്കെടുക്കുകയും അതിലൊരു അന്വേഷണമൊക്കെ നടത്തിയിരുന്നല്ലേ? അല്ല, അതിപ്പോൾ CCF അറിഞ്ഞോളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഈ താഴേക്കടയിലെ ഉദ്യോഗസ്ഥർ. എനിക്ക് പാലക്കാട് CCFനെ കുറിച്ച് എന്താണ് വിജയാനന്ദ്, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ അഭിപ്രായമില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിവുണ്ടാകുമെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. ഇതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റിലെ ഒരു സംഘം തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഓപ്പറേഷനാണത്. ഈ പൊളിറ്റിക്സ് ആരോപണം നിൽക്കുമ്പോൾ MLA എന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്. ഇനി 1.5 വർഷം ഉണ്ട് നിലമ്പൂരിൽ. അവിടെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പാർട്ടി എതിർത്താലും അവിടുത്തെ MLA എന്ന രീതിയിൽ ആളുകളുടെ സേവനത്തിന്റെ കാര്യത്തിൽ കൃത്യമായ അതേപോലെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കവിടെ ഓടിപ്പോകാൻ പറ്റുമോ? ഇവർ പറയുന്നതിന് പേടിച്ചോടാൻ പറ്റുമോ നമുക്ക്? ഞാനിപ്പോൾ ഈ ഇന്നലെയും പോയിരുന്നല്ലോ. ഇന്നലെ ഞാൻ ഇപ്പോൾ നമ്മളെ എന്താ പറയുക, ഇവിടെ എടക്കരയിലെ പാലേമാട് ഭാസ്കരപിള്ള സാറിൻ്റെ അദ്ദേഹം ഇന്നലെ 8 വീടുകളിൽ, ഭാസ്കരപിള്ള സാർ എന്ന് പറയുന്നത് നമ്മളെ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് എടക്കരയിൽ വലിയൊരു സ്ഥാപനമുണ്ട്, സ്കൂളും കോളേജുമായിട്ട്. തിരുവിതാംകൂറിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിലായിട്ടുള്ള ഒരു സാത്വികരായ മനുഷ്യനാണ്. ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന മനുഷ്യനാണ്, ഒരുപാട്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിന് ഇന്നലെ ഒരു 8 വീട്ടുകാർക്ക് 5 സെന്റ് ഭൂമി കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 45 വീട് അദ്ദേഹം കൊടുക്കാൻ പോവുകയാണ്. പണിതിട്ട് ഫ്ലാറ്റ് പോലെ പണിതിട്ട് വീടില്ലാത്ത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നലെ അങ്ങനെ 8 ആളുകൾക്ക് ഭൂമി കൊടുക്കുന്ന ഒരു പരിപാടിയിൽ ഇന്നലെ ഞാൻ പങ്കെടുത്തിരുന്നു. ഇനിയിപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട കുറേ ഉദ്ഘാടനങ്ങൾ ബാക്കിയുള്ളതൊക്കെ വരാനുണ്ട്. മറ്റു പൊതുപ്രവർത്തനം നടക്കുന്നുണ്ട്, ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്. അതിലൊന്നൊരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറാവില്ലല്ലോ. ആ ജനമാണ് എന്നെ ഇവിടെ എത്തിച്ചത്, അവരെ നമുക്ക് കൈവിടാൻ പറ്റുമോ? ഏതായാലും ആ പാർട്ടിയുടെ ശക്തി ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നോക്കണ്ടേ. പെട്ടെന്നൊരു പാർട്ടിയുടെ അത്ര ഞാൻ അതിൽ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ ഞാൻ ആയിഷാത്തൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട പാലോളി സഖാവ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ എന്ത് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനൊന്നും മറുപടി പറയില്ല. കാരണം ആ മറുപടി പറയാൻ പറ്റില്ല. ആ സാധുവിനൊക്കെ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന പാവം, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ കണ്ടാൽ മതി. അല്ല, ഞാൻ പറഞ്ഞു അന്ന് പോവില്ല എന്നൊരു കൺഫേം അല്ല. ഞാൻ നമ്മുടെ ഇന്നത്തെ ഈ ഓപ്പറേഷൻ എങ്ങനെ ഉണ്ട്. ഞാൻ ആ ഓർഡർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം, മാക്സിന് ഇട്ട് തരാം. എന്താ ഇത് ഈ നമ്പറുകളാണ്. ട്രിവാൻഡ്രം ഇത് നിങ്ങൾ സ്കാൻ ചെയ്തോളൂ അല്ലേ? ഇതൊന്ന് ദയവായിട്ട് എല്ലാവരും കൊടുക്കണം. ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള പോയിന്റാണ്, നമ്പേഴ്സാണ്. അത് കഴിഞ്ഞെടുക്കാം അല്ലേ? അപ്പോൾ ഞാൻ ആ ഓർഡർ ഇപ്പോൾ ഈ റവന്യൂ വകുപ്പിൻ്റെ, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പിൻ്റെ ഓർഡർ മഹേഷിൻ്റെ ഗ്രൂപ്പിൽ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കല്ലേ? കർഷക സംഘടന പോലും കർഷക ബജറ്റ് എന്നൊരു ആവശ്യം ഇതുവരെ കാര്യമായിട്ട് പറഞ്ഞില്ലേ. കർഷക ബജറ്റ് മുതൽ വയോജനങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക വകുപ്പ് വരെയുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു നയരേഖയായിരുന്നു. അതിന് പിന്നിൽ വേറെ ഒരുപാട് എക്സ്പേർട്ടുകളുടെ ഇതുണ്ടോ, അതോ താങ്കളുടെ മാത്രം? അല്ലല്ല, അത് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യം എനിക്ക് ചെറിയ ഇപ്പം നമ്മൾ ഇന്നലെ അവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ധാരണ ഉള്ളതാണ്. അതോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് ധാരണ ഉള്ള ആളുകളുമായി ഡിസ്കസ് ചെയ്ത് അവരുടെ കൂടി ഒരു ഒപ്പീനിയൻ. ഇത് കരടാണല്ലോ, ഇനി അതിന് മാറ്റങ്ങൾ വരും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ മലബാറിൻ്റെ അണ്ടർ ഡെവലപ്മെൻറ്റ് വളരെ വലിയ വിഷയമാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലകൾ വിഭജിക്കണമെന്ന് പറഞ്ഞത് അതിലും വലിയ വിഷയമാണ്. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, താഴേക്ക് നോക്കിയാൽ അതിൻ്റെയൊക്കെ ഒരു ഡെപ്ത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എത്രമാത്രം അനീതി ഈ മലബാറിലെ ജനങ്ങൾ സത്യത്തിൽ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുക. അതുപോലെ തന്നെയാണ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കന്യാകുമാരി വരെയുള്ള മലയോര മേഖലയിലെ കർഷകരെ സംബന്ധിച്ചിട്ട് ആ വിഷയം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യേണ്ട വിഷയമാണ്. അത് ടേക്കപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും പോകും. ആദ്യം നമ്മൾ മലയോര കർഷകരുടെ ഈ 60 മണ്ഡലത്തിലെ വിഷയമാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ഈ ഒരു മാസത്തെ ഈ ഓട്ടത്തിന് ശേഷം അതിലേക്ക് കടക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്നത് പോലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുമല്ലോ. ആ ഒരു പീരീഡിൽ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലായിരിക്കും സജീവമായിട്ടുണ്ടാവുക.
ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഇപ്പോ വയനാട് താങ്കളുടെ മണ്ഡലമാണ്, അതോടൊപ്പം തന്നെ പാലക്കാടായിരിക്കും അതിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. അതെ, അതിൽ എന്ത് നിലപാടായിരിക്കും? പാലക്കാടല്ല ഇപ്പം ഇവിടെ എന്താ സ്ഥിതി? ചേലക്കരയുടെ CPM ജയിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ജയിക്കില്ല, ജയിക്കാൻ സാധിക്കില്ല. അവിടത്തേക്ക് അണ്ടർ കറൻസി എന്ന് പറയുന്നത് അതിഭീകരമാണ്. അതിന്റെ നിലപാട് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും. എവിടെ? അതെ, അല്ല അതപ്പോ ഞാൻ പറഞ്ഞത്, അവിടെ അതിന്റെ അണ്ടർ കറൻസ് അതിഭീകരമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ BJP ജയിക്കുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചേലക്കര അവരെ വോട്ട് കൂടി കിട്ടിയാൽ CPM ജയിക്കും, അല്ലാതെ ജയിക്കാൻ കഴിയില്ല. ഇപ്പം 40,000 വോട്ടിന് ഡിഫറൻസ് ഉണ്ട് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ. ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടാ? 4,000 ചില്ലാൻ വോട്ട് എന്ന് പറയുമ്പോൾ ഒരു 10,000 കൂട്ടുക നമുക്ക്. മറ്റേ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് സഖാവിന് കിട്ടിയ വോട്ടാണ്. അപ്പോൾ ഒരു 10,000 വോട്ടിന് പൊളിറ്റിക്കൽ ഡിഫറൻസ് ആണല്ലേ മൈൻഡാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അതെ, അദ്ദേഹത്തിന് ലീഡ് അല്ല. അപ്പോൾ 10,000 ഇപ്പോഴത്തെ ഒരു 10,000-20,000 വോട്ട് CPM-ന് ലീഡ് ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് ചേലക്കരയിൽ ഇറക്കുന്നില്ല. പക്ഷേ വന്ന് ഇപ്പം നിൽക്കുന്നത് ഒരു പരമാവധി ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് 10,000-ആണ്. ആ 10,000 വോട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ആ 10,000-ൽ തന്നെ വലിയ വിള്ളൽ ഇപ്പം ഈ കഴിഞ്ഞ ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ 1.5 മാസത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ആ വിള്ളൽ അൺപ്രഡിക്റ്റഡ് ആണ്. അത് ഈ പറയുന്ന എല്ലായിടത്തും ഉണ്ടാവും. അതെങ്ങനെ ഭവിക്കും എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം. VS സുനിൽകുമാറിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. ഞായറാഴ്ചയായിട്ടും ADGP-യെ മാറ്റി, അപ്പൊ ഇനി നടപടി വൈകുമോ എന്ന ചോദ്യത്തിൽ പ്രസക്തി ഇല്ലാതാണ്. ഞായറാഴ്ച ആയിട്ടും ADGP-യെ മാറ്റി, അപ്പൊ ഇനി നടപടി വൈകി എന്ന് പറയുന്നതിന് പ്രസക്തി ഇല്ല. അദ്ദേഹമൊക്കെ ഒരു എന്താ പറയാ, അത്രയും എന്താ പറയാ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ആ പാർട്ടിയോട്. നമുക്ക് ജനങ്ങളോടല്ല കമ്മിറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ പാർട്ടിയോടാണ്. അപ്പം അദ്ദേഹം അത് ആ കാര്യത്തിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ.